3 ചോദ്യങ്ങളാ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ കൊച്ചി മെട്രോ കിഫ്ബി ഉണ്ടായിട്ടാണ് വന്നത്. അപ്പം അത് കിഫ്ബി ഇല്ലാതെ തന്നെ വൻകിട പ്രൊജക്റ്റുകൾ എടുക്കാം എന്നുള്ളതാണ് വാദം. 2, 48,000 കോടിയല്ലേ ചിലവാക്കിയുള്ളൂ, നിങ്ങൾ 2 ലക്ഷം കോടി എന്ന് പറഞ്ഞിട്ട്. 3, ഈ IGST വരുമാനം നഷ്ടപ്പെടുത്തിയില്ലേ, അതിനെന്താ പരിഹാരം കാണാതിരുന്നത്? ഇതാണ് 3 ചോദ്യം. ഒന്നുകൂടി ഉണ്ട് 10,000 കോടി പ്രവാസി ചിട്ടിയിലൂടെ വരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് സാധ്യമായോ എന്നൊരു ചോദ്യം കൂടി അതിന്റെ കൂടെ ഉണ്ട്, ഒരു സബ് ക്വസ്റ്റ്യൻ. അപ്പൊ 4 ചോദ്യം. ശരി, അപ്പൊ 4 ചോദ്യം. അപ്പൊ ആദ്യത്തെ ചോദ്യം കൊച്ചി മെട്രോ അത് ഒരു വരുമാനദായക പ്രൊജക്റ്റാണ്, സംരംഭമാണ്. അതുകൊണ്ട് അവർക്ക് വായ്പ എടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ സംസ്ഥാന പാതകൾ, ജില്ലാ പാതകൾ, ഇതൊക്കെയാണല്ലോ കിഫ്ബി ഏറ്റെടുക്കുന്നത്. അതൊന്നും വരുമാനദായകമാക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ പണിയുന്ന ഈ പാലങ്ങൾ വരുമാനദായകമാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്കൂളുകൾ, അവയെല്ലാം ഒരു നവീകരിക്കാനുള്ള പദ്ധതി, അല്ലെങ്കിൽ നമ്മുടെ താലൂക്ക് ആശുപത്രി മുകളിലോട്ടുള്ള മാറാൻ, ഇതൊന്നും വരുമാനദായകമാക്കാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതേ ആനുവിറ്റി പ്രോഗ്രാം വഴിയാണ്. കോൺട്രാക്ടർക്ക് റോഡ് പണിയാൻ വിളിച്ചു കൊടുക്കും, അയാൾ വായ്പ എടുത്ത് റോഡ് പണിയണം, അതിൻ്റെ പലിശ അടക്കം സർക്കാർ തിരിച്ചു കൊടുക്കും. നമ്മളെടുത്ത് ഇത് മുഴുവൻ പരിശോധിച്ച് നോക്കിയപ്പോൾ കിഫ്ബിയുടെ വലിയ പലിശയെക്കുറിച്ചല്ലേ പറയുന്നത്. യഥാർത്ഥത്തിൽ കോൺട്രാക്ടർമാർ മേടിച്ചുകൊണ്ടിരുന്നത് 12 മുതൽ 20% വരെ പലിശയാണ്. ഈ കാഴ്ച ഇത് കണ്ടപ്പോഴാണ്, എന്നാൽ ഇവർ വായ്പ എടുക്കണ്ട, നിങ്ങൾക്ക് ഈ റോഡുകൾ പണിയാനുള്ള പണം ഒരു സ്ഥാപനം വായ്പ എടുത്ത് തരും. അപ്പോൾ നമുക്ക് 8-9% പലിശ നിൽക്കും. അപ്പം അതുകൊണ്ട് വരുമാനദായക പ്രൊജക്റ്റ് അല്ലാത്ത പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിന് ഇങ്ങനത്തെ ഒരു സംവിധാനം കൂടിയേ തീരൂ. 2, കിഫ്ബിയുടെ 48,000 കോടിയല്ലേ ചിലവാക്കിയുള്ളൂ, 2 ലക്ഷം കോടി എന്ന് പറഞ്ഞിട്ട്. 2 ലക്ഷം പറഞ്ഞതേ കിഫ്ബി നേരിട്ട് മാത്രം ചെലവഴിക്കുന്ന പണമല്ല, അത് 1 ലക്ഷമേ വരുന്നുള്ളൂ. അതുപോലെ കിഫ്ബി ഉപയോഗിച്ച് ലിവറേജ് ചെയ്യുന്നത് 65,000 കോടി രൂപയുടെ ദേശീയപാത മാത്രം പോരെ. 5,000 കോടി കിഫ്ബി കൊടുത്തപ്പോ ഇതുപോലെ എത്ര പ്രൊജക്റ്റുകൾ, ഇത്തരത്തിൽ ലിവറേജ് ചെയ്ത പ്രൊജക്റ്റുകളും കിഫ്ബി വഴി എടുത്തതും, കിഫ്ബി വഴി നേരിട്ടെടുത്തത് നിങ്ങൾ പറയുന്ന ഈ 48,000 കോടി ആയിക്കോട്ടെ, ബാക്കിയുള്ളത് വരും. ഇത് നമ്മുടെ നാട്ടില് വലിയ പദ്ധതികളൊക്കെ പണിയുന്നതിൻ്റെ, അത് ഗോൾഡൻ ജൂബിലി ആചരിക്കാത്ത ഒരു വൻകിട ജലസേന പദ്ധതിയോ വൈദ്യുതി പദ്ധതിയോ ഉണ്ടോ? ആ നാട്ടിലെ ഈ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ വേഗതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഒരു റോഡ് നന്നായി കാണൂലായിരിക്കും, പക്ഷെ എത്ര റോഡുകളെന്ന് എങ്ങനെ ഇത് ഇല്ല എന്ന് കണ്ണടച്ചില്ലാതാക്കുന്നത്? ബാധ്യതയെക്കുറിച്ചൊക്കെ പറയാം, ഉള്ള കാര്യമില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. 3, പ്രവാസി ചിട്ടി വഴി പണം സമാഹരിക്കും. പ്രവാസി ചിട്ടി വഴി പണം കിഫ്ബി അല്ല സമാഹരിക്കുന്നത്, കിഫ്ബിക്ക് ചിട്ടി നടത്തുന്ന പരിപാടിയില്ല. മറിച്ച് KSFE ഇങ്ങനെ ഒരു ചിട്ടി നടത്തുന്നു. ആ ചിട്ടിയിൽ ഉണ്ടാവുന്ന നിക്ഷേപം KSFE പലിശക്ക് കിഫ്ബിക്ക് നൽകും. അങ്ങനെ 1000 കോടി നിക്ഷേപം വന്നു. അപ്പോഴത്തേനും പിന്നെ കോവിഡായി, പിന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല. കോവിഡ് കാലത്ത് അതിനുള്ള പ്രചാരണവും പ്രവർത്തനവും വിദേശ സന്ദർശനവും ഒക്കെ ബ്രേക്ക് വന്നു, മുന്നോട്ട് പോയില്ല. പക്ഷെ നോക്കൂ, നമ്മുടെ പ്രവാസികളുടെ പണം നാടിൻ്റെ വികസനത്തിന് സമാഹരിക്കുന്നതിന് നമ്മുടെ ചിട്ടിയെ ഉപയോഗപ്പെടുത്താനുള്ള നൂതനമായിട്ടുള്ള പരിപാടിയാണ്. എന്താ ഇത്രത്തിൽ ബഹളം കൂട്ടാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവസാനത്തത് എന്താ ഈ IGST? നമ്മുടെ GST 2 തരമുണ്ട്. ഒന്ന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വിൽപ്പന വാങ്ങലിൻ്റെ മേൽ നമ്മൾ ചുമത്തുന്ന നികുതി,
അതാണ് SGST, സംസ്ഥാന സർക്കാരിൻ്റെ GST. നമുക്ക് വാറ്റൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇതിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്തിനാ GSTയിലേക്ക് പോകാൻ തീരുമാനിച്ചത്? വാറ്റ് നമ്മുടെ നാട്ടിലേക്ക് പുറത്തുനിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതിൽ ഒരു 70% പുറത്തുനിന്ന് വരുന്നതാണ്. അതിൻ്റെ മേൽ വാറ്റിൽ നികുതി ചുമത്താൻ നമുക്ക് അവകാശമില്ല. അതിന് എൻട്രി ടാക്സ് ഏർപ്പെടുത്തി നമ്മൾ നികുതി പിരിച്ചപ്പോഴാണ് കഴിഞ്ഞ LDF അതിക്ക് മുമ്പത്തെ BS സർക്കാരിൻ്റെ കാലത്ത് 20% വെച്ച് നികുതി കൂടിയത്. എന്നാൽ UDFൻ്റെ ആദ്യത്തെ 2 വർഷവും അങ്ങനെ നികുതി കൂടി. അപ്പോഴേക്കും സുപ്രീം കോടതി ഇത് അസാധുവാക്കി. അങ്ങനെ എൻട്രി ടാക്സ് പോയപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ചരക്കുകളുടെ മേൽ നികുതി പറ്റാൻ പറ്റുന്നില്ല. GSTയിലേക്ക് പോകാൻ കാരണം GSTയിൽ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിൽ ഉപഭോഗത്തിനായി കൊണ്ടുവരുന്ന ചരക്കുകൾക്ക് അവരുടെ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുത്ത നികുതി നമുക്ക് മേടിക്കാം, നമുക്ക് അർഹതയുള്ളതാണ്. അതാണ് IGST. ഇത് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് GST വന്നാൽ നമ്മുടെ നികുതി വരുമാനം കൂടുന്നു പറഞ്ഞത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കാതിരുന്നത്? ഈ IGST നമുക്ക് കിട്ടണമെങ്കിൽ അവരുടെ നാട്ടിൽ ബില്ല് എഴുതണ്ടേ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞ് ബില്ല് അതെഴുതുന്നില്ല. ആ സംവിധാനം ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ GST സംവിധാനത്തിൽ തന്നെ ഒരു പുതുക്കൽ വേണം. അത് ചെയ്യണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, കേന്ദ്രവും കൂടി വേണം. അവർ പതുക്കെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. സമീപകാലത്ത് അധികം താമസിയാതെ അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെ എന്ന് ബില്ലെഴുതുന്നുള്ള ഏർപ്പാട് അപ്പോൾ വർദ്ധിക്കും. ഞാൻ പറഞ്ഞതേ, ഇത്രയും ബഹളമെല്ലാം ഉണ്ടാക്കിയിട്ട് എന്താണ് IGST വർദ്ധിപ്പിക്കാൻ പോകുന്നതെന്ന് ഈ ധവളപത്രത്തിൽ പരാമർശമില്ല. എന്നാൽ SGST വർദ്ധിപ്പിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വിട്ടുപോയെന്ന് ചോദിച്ചത്. എൻ്റെ ആക്ഷേപത്തിലുള്ള കേട്ടോ, ഒരുപാട് കാര്യം ചെയ്യൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് അല്ലറ ചില്ലറ കൈവായ്പ മേടിക്കുന്ന പോലും പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസർവ് ബാങ്കിൽ നിന്നും മേടിക്കാൻ പാടില്ല, ബേസ് മീൻസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. എവിടെന്നാ പണം? ശരി, ഈ ധവളപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് സമ്മതിച്ചേക്കാം, പണം എവിടെന്നാ? അതുകൊണ്ടാ പറഞ്ഞത് ധവളപത്രത്തിന്റെ ഗ്യാരണ്ടി ഈ ഇന്ദിരാ ഗ്യാരണ്ടി ഒന്നും നടപ്പാവില്ല എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.